2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 6 വരെ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ? അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, സുവിശേഷം അറിയിക്കുന്നു, യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ. ദിവസങ്ങളടയ്ക്കാം. പരിശുദ്ധനെയുടെ കരങ്ങളിലേക്ക് വീണ്ടും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശപ്പിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട കാലവും ഞങ്ങൾ കേട്ടല്ലോ. വീണ്ടും ദൈവത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വീണ്ടും സംസാരിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ദൂതുകൾ ആലോചനകൾ തന്ന് ഞങ്ങളെ ബലപ്പെടുത്തി നിറവിൽ അഭിഷേകത്തിൽ ഞങ്ങളെ മടക്കി അയക്കണം. തിരുനാമം മാത്രം മഹത്വപ്പെടുകണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തിനു വേണ്ടി കാത്തിരിക്കണോ? പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകനെയാണ് യേശു കർത്താവിന്റെ സ്നാനത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമ അഭിഷക്തന്മാരുടെ ശുശ്രൂഷകൾക്ക് ശേഷം, ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ പഠിച്ചായിരുന്നു പല ഭാഗങ്ങളിൽ, അല്ലേ? അപ്പോൾ യേശു കർത്താവിന്റെ തേജസ്കരണത്തിന് ശേഷം അക്ഷരികമായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ 120 ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഈ പരിശുദ്ധാത്മാവിന്റെ ആഗമനം അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ൽ സംഭവിക്കുന്നതിന് മുന്നമേ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചില വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അക്ഷരികമായി ദൈവാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് അവർ അഭിഷേകത്താലും പരിശുദ്ധാത്മാവിലും നിറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലൊരാളാണ് ആര്? യോഹന്നാൻ സ്നാപകൻ, അല്ലേ? കർത്താവിന്റെ അമ്മ മറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുമ്പോൾ ശിമയോൻ പരിശുദ്ധാത്മാവുള്ളവനായിരുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്നു. ഹന്ന പ്രവാചകി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അക്ഷരികമായ ഇടപെടൽ, അക്ഷരികമായ സന്ദർശനം ഉണ്ടാകുന്നതിന് മുമ്പേ ചില വ്യക്തികൾ ആത്മാവിൽ നിറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം, പഴയ നിയമത്തിന് ശേഷം പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചില വ്യക്തികളാണ് എലിസബത്ത്, സക്കറിയ, യോഹന്നാൻ, മറിയ, അല്ലേ? ഇവരെല്ലാം ദൈവാത്മാവിൽ നിറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ കർത്താവ് ഉപയോഗിച്ച യേശു കർത്താവിന്റെ സ്നാനത്തിന് വേണ്ടിയാണ്, മാനസാന്തര സ്നാനത്തിന് വേണ്ടിയാണ് കർത്താവ് യോഹന്നാൻ സ്നാപകനെ ഉപയോഗിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാനാൽ വലിയ അത്ഭുതങ്ങൾ, യോഹന്നാൻ സത്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടില്ല എന്ന വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശക്തമായ ദൈവവചന പ്രസംഗം, മാനസാന്തര പ്രസംഗമാണ് അദ്ദേഹം ചെയ്തത്. യോഹന്നാന്റെ കൈകൊണ്ട് ഒരു അടയാളങ്ങളും നടന്നിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് തന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ. അപ്പോൾ യോഹന്നാൻ പ്രസംഗിച്ചു, മാനസാന്തര സ്നാനമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. സർപ്പസന്തതികളെ, അല്ലേ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങി വരുവീനുള്ള ആലോചന അദ്ദേഹം സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിന് വേണ്ടി വഴി ഒരുക്കുക എന്ന പർട്ടിക്കുലർ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് യോഹന്നാനെ ദൈവം ആക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മറിയയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങുന്നതിന് മുമ്പ് എലിസബത്തിന്റെയും സക്കറിയാവിന്റെയും അടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ ജനിക്കപ്പെടുകയും കർത്താവിന് വേണ്ടി വഴിയൊരുക്കുന്ന ശുശ്രൂഷ ചെയ്യുകയും കർത്താവിനെ സ്നാനപ്പെടുത്തുകയും ഒക്കെ ചെയ്യാനാണ് ദൈവം യോഹന്നാനെ ഏലിയാവിന്റെ ശക്തിയോടും അഭിഷേകത്തോടും കൂടെ അയച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലേ? രാജവട്ട് ഏലിയാവിന്റെ മേൽ കേട്ടതുപോലെ ഏലിയാവിന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിയേറിയ ഒരു അഭിഷേകമാണ് യോഹന്നാന്റെ മേൽ വ്യാപരിച്ചത് കൊണ്ട് ഇവർക്കുള്ള സാമ്യത ശ്രദ്ധിച്ച് കൊട്ടാരത്തിൽ ചെന്ന് ദൂത് സംസാരിക്കാൻ ഇവർക്ക് ഭയമില്ലാത്ത ഒരു അഭിഷേകമാണ് ഇവരുടെ മേലുള്ളത്. ഏലിയാ മഹാവിന്റെ കൊട്ടാരത്തിൽ ചെന്ന് സംസാരിച്ചു, അല്ലേ? ഇവിടെ ഹെരോദാവിനോട് യോഹന്നാൻ സംസാരിക്കുന്നുണ്ട്. അവന്റെ ഭാവത്തെ കുറിച്ച് വെളിപ്പെടുന്നില്ല. ഭയമില്ല
ഉണ്ടായിരുന്നു. ആരെയും ഭയമില്ലാത്ത, സാഹചര്യങ്ങളെ ഭയമില്ലാത്ത, ചുറ്റുപാടുകളെ ഭയമില്ലാത്ത ഒരു അഭിഷേകം അവരുടെ അകത്ത് വ്യാപരിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. യോഹന്നാനിലും ഏലിയാവിലും അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ ശക്തമായ ശുശ്രൂഷ നടത്തപ്പെട്ടു. എന്നാൽ അവൻ ശിരച്ഛേദം ചെയ്യപ്പെടുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യോഹന്നാൻ ഈ കാരാഗൃഹത്തിലാകുന്ന സമയത്താണ് ഒരു ചോദ്യം തന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. തന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയ യോഹന്നാൻ, ഹല്ലേലൂയ, പ്രാവന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് തന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട യോഹന്നാൻ, ഹല്ലേലൂയ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് ഒറ്റ നോട്ടത്തിൽ വെളിപ്പാട് യേശുവിനെ മനസ്സിലാക്കിയ യോഹന്നാൻ ആദ്യമേ കണ്ടപ്പോഴേ, ഹല്ലേലൂയ, ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാനാണ്, ദൈവപുത്രനാണെന്ന് വെളിപ്പാടിൽ തിരിച്ചറിഞ്ഞ യോഹന്നാൻ, കരങ്ങൾ കൊണ്ട് സ്നാനപ്പെടുത്തിയ യോഹന്നാൻ, ഹല്ലേലൂയ, പ്രാവുന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കുന്ന കണ്ട യോഹന്നാൻ, കാരാഗൃഹത്തിൽ അകപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അകത്തൊരു ചിന്ത ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ, വരുവാൻ ഉള്ളവൻ നീ തന്നെയാണോ, അതോ ഞാൻ മറ്റൊരുത്തന് വേണ്ടി കാത്തിരിക്കണമോ? എന്റെ യോഹന്നാനെ ഞാൻ ചോദിക്കട്ടെ, നിന്റെ കരങ്ങൾ കൊണ്ടല്ലേ കർത്താവിനെ സ്നാനപ്പെടുത്തിയത്? ഹല്ലേലൂയ, പ്രാവുന്ന രൂപത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ നീ കണ്ടതല്ലേ? വെളിപ്പാടിൽ നീ ലോകത്തിന്റെ ഭാഗത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പ്രവചിച്ചതല്ലേ? എന്നാൽ സാഹചര്യങ്ങൾ വിരോധമായപ്പോൾ, മരണകരമായ വഴികളിൽ കൂടെ കടന്നു പോയപ്പോൾ, അടുത്ത നിമിഷം ശിരച്ഛേദം ഏറ്റെടുക്കേണ്ടതായി വരുമെന്നറിഞ്ഞപ്പോൾ, കാരാഗൃഹത്തിന്റെ ഉള്ളറകളിലേക്ക് അടയ്ക്കപ്പെട്ടപ്പോൾ, ഇരുണ്ട മുറിയുടെ അനുഭവങ്ങളിലേക്ക് വന്നപ്പോൾ തന്റെ അകത്ത് ഒരു സംശയം ഉളവാകുന്നു. ഇവൻ ദൈവപുത്രനാണോ, അതോ ഞങ്ങൾ മറ്റൊരുത്തിനു വേണ്ടി കാത്തിരിക്കണോ? യേശു പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക, ഞാൻ തന്നെ ദൈവപുത്രൻ. അത് ചെന്ന് അവനോട് പറയുക. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ഹല്ലേലൂയ, കർത്താവ് ചില അടയാളങ്ങളാണ് പറഞ്ഞത്. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്ര സുവിശേഷം കേൾക്കുന്നു. അത് ശേഷം കർത്താവ് യോഹന്നാനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം കർത്താവ് പറയുന്ന ഭാഗമാണ്, എങ്കിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. അപ്പോൾ എത്ര ശക്തമായ ശുശ്രൂഷ ചെയ്താലും, ഹല്ലേലൂയ, എത്ര തന്നെ അഭിഷേകം പ്രാപിച്ചാലും, വെളിപ്പാടുണ്ടായാലും, രക്ഷിക്കപ്പെട്ടാലും, സ്നാനപ്പെട്ടാലും, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചാലും ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എങ്കിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. താഴേക്ക് വായിക്കുമ്പോൾ യോഹന്നാനെ കുറിച്ച് നല്ലൊരു ചിത്രമാണ് ജനത്തിന് അദ്ദേഹം യേശു കർത്താവ് കൊടുക്കുന്നത്, അല്ലേ? സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും, ഹല്ലേലൂയ, ഭാഗ്യവാനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ ജനിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ എന്നുള്ള പദവും കർത്താവ് ചേർക്കുന്നുണ്ട്. യോഹന്നാൻ ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്തെന്നും യോഹന്നാൻ ശക്തനായിരുന്നെന്നുമുള്ള ആലോചനകളൊക്കെ കർത്താവ് അവിടെ പറയുന്നുണ്ടെങ്കിലും, ഹല്ലേലൂയ, ഒരു പദം അവിടെ ചേർക്കുകയാണ്. ഇടറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അഭിഷേകം പ്രാപിച്ചാൽ, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചാൽ, രക്ഷിക്കപ്പെട്ടാലും, സ്നാനപ്പെട്ടാലും, ഹല്ലേലൂയ, ചില സാഹചര്യങ്ങളുടെ നടുവിൽ, ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. യോഹന്നാൻ ഇടറിപ്പോയെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യോഹന്നാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, യോഹന്നാൻ ജനിക്കുന്ന ഭാഗം ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ ഭാഗങ്ങളുണ്ട്. ദൂതൻ അവനോട് പറഞ്ഞത്, സ്ത്രീയാവേ, ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവൻ യോഹന്നാൻ എന്ന് പേരിടണം. യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, ഹല്ലേലൂയ, പരിശുദ്ധം എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. ഈ മനുഷ്യൻ ജനിച്ചത് തന്നെ ദൈവം അയച്ചത് കൊണ്ടാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ, യോഹന്നാനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സഖരിയാവും എലിസബത്തും വൃദ്ധരായിരുന്നു, നീതിമാന്മാരായി ജീവിച്ച രണ്ട് വ്യക്തികൾ. എന്നാൽ അവർക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുന്നു. ശുശ്രൂഷ ചെയ്തവരായിരുന്നു എഴുതി വെച്ചിരിക്കുന്നു. കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷിച്ചിരുന്ന സഖരിയാവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ അവർക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിച്ചുകൊണ്ടിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ പെട്ടെന്ന് പൊടുന്നനെ, ഹല്ലേലൂയ, ധൂപപീഠത്തിൽ
ഇപ്പോൾ നമ്മളിവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇവിടെ ഒരു ദൂതൻ ഇറങ്ങിയ നിങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു ദൂതൻ ഇവിടെ ഇറങ്ങും, എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? നമുക്ക് ഭയമുണ്ടാവും. ഇതുവരെ നമ്മുടെ ആരാധനയിൽ വെളിപ്പെടാതെ ഒരു ദൂതൻ വെളിപ്പെടുമ്പോൾ ഭയം ഉണ്ടാകുന്നത് പോലെ, നമ്മൾ ഷോക്കായി പോകുന്നത് പോലെ, സഖറിയാവിന്റെ മുമ്പിൽ ഒരു ദൂതൻ ഇറങ്ങി പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഉത്തരം ആയി. ഹല്ലേലൂയ. നാളുകളായി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, അന്നൊന്നും ഞാൻ മറുപടി തന്നില്ല. ഹല്ലേലൂയ. എന്നാൽ മറിയയോട് ഞാൻ ഇടപെടുന്നതിന് മുമ്പ് 6 മാസത്തിന് മുമ്പ് നിന്റെ അടുക്കൽ ദൂതനെ അയച്ച് സഖറിയാവിനോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയി. ആമേൻ. ഇത് ഒന്ന് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിഷയങ്ങൾ ആളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് ആ ഭൂതം ഏറ്റെടുത്ത് എന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാത്രി ഉത്തരമാകുന്നു. വിശ്വസിച്ചാണ്. സഖറിയാവിന്റെ ദൂതത്തിന്റെ വലതുഭാഗത്ത് ദൂതൻ ഇറങ്ങി എന്നുള്ള ദൂതിന് രാത്രി നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാതെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി മറുപടി ദൈവം തരാൻ പോകുന്നു. പ്രാർത്ഥനാ വിഷയത്തിന് ഒരു അനുഗ്രഹമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ വിഷയം ലേറ്റ് ആകുന്നെങ്കിൽ, നിന്റെ പ്രാർത്ഥന ലേറ്റ് ആകുന്നെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലേറ്റ് ആകുന്നെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും. അത് റിസീവ് ചെയ്യാവോ? ഹല്ലേലൂയ. അന്നെ പ്രാർത്ഥിച്ചു മറുപടിയില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്, നാളുകളായി പ്രാർത്ഥിച്ചു മറുപടിയില്ല. മറുപടി വന്നപ്പോൾ വെളിപ്പെട്ടത് ഒരു ശബ്ദം. ഹല്ലേലൂയ. അഭിഷക്തനായ ഒരു പ്രവാചകൻ. ഓ ചില വിഷയങ്ങൾക്ക് മറുപടി ആഗ്രഹിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാതെ എന്റെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രി ഉത്തരമായി. യേശുവിനെ സ്നാനപ്പെടുത്തുന്ന ഒരു അഭിഷക്തനാണ് ജനിച്ചത്. അങ്ങനെ പറഞ്ഞു യേശുവിനെ സ്നാനപ്പെടുത്തുന്ന ഒരു അഭിഷക്തൻ, അങ്ങനെ ചിന്തിക്കരുത്. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവൻ, പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ ഒരുവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് കൊള്ളാതെ ദാസരൂപമെടുക്കുവാൻ വേഷത്തിൽ ഇറങ്ങി വന്നവരെ ആത്മാവിൽ ജനത്തിൽ സാക്ഷികരിപ്പാൻ സ്നാനപ്പെടുത്തുവാൻ ദൈവം നിയോഗിച്ചാക്കിയവൻ. അതുകൊണ്ടായിരുന്നു ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും. 10ാം സുവിശേഷത്തിന്റെ പെട്ടെന്ന് ഞാൻ വായിച്ചു പോകാം. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് 6 മാസങ്ങൾക്ക് മുമ്പാണ് യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നത്, അല്ലേ? അതിനുശേഷം ദൈവത്തിന്റെ ദൂതൻ, ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുത്ത് വെളിപ്പെടുന്നുണ്ട്, അല്ലേ? എഫ്രയീം എന്ന നാട്ടിൽ. നമ്മൾ വലഭാഷ ചിന്തിച്ചുള്ളതായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിൽ തൊടാതെ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഓടി വരാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മ നിറഞ്ഞവളായി. അപ്പോൾ എലിസബത്തിനെ കുറിച്ച്, എലിസബത്ത് ചാർച്ചക്കാരി തന്നെയാണ്. അപ്പൊ എലിസബത്ത് വിശ്വസിക്കാൻ വേണ്ടി ദൂതൻ പറയുമ്പോൾ മറിയോട് പറയുന്ന ഒരു പദമുണ്ട്, നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഇപ്പോൾ എത്ര മാസമാണ്? 6-ാം മാസം. ഹല്ലേലൂയ. നിനക്ക് വിശ്വസിക്കാൻ ഒരു പ്രയാസമായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി 6 മാസം മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നിന്നോട് അറിയിക്കാം. അല്ലെങ്കിൽ നിന്റെ ചാർച്ചക്കാരത്തിയിലാണ് ആ പ്രവൃത്തി, വയസ്സിനുള്ളിലാണ് ആ പ്രവൃത്തി, അവർക്കിപ്പോ 6-ാം മാസം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് കേട്ടപ്പോൾ എങ്ങനെയായാലും മറിയുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടായി കാണുന്നത്, എന്നെ പോലെ ദൈവപ്രവൃത്തി സംഭവിച്ച ആളെ ഒന്ന് കാണാൻ പോകും. ബന്ധപ്പെട്ട്
പേരെ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനവിടെ ഒരാളെ കൂടെ കണ്ടു. 3 പേര് ആത്മാവിനെ റിസീവ് ചെയ്യുന്നവരാണ്, അല്ലേ? ആത്മാവിൽ നിറഞ്ഞവർ. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ ഞാൻ ഒരാളെ കൂടെ അവിടെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനെ ദാനം ചെയ്യുന്നവരാണ്. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം അറിയാമോ? അവിടെ അവൾ പരിശുദ്ധാത്മാവിൽ എലിസബത്ത് നിറഞ്ഞു പറയുന്ന ഒരു പദമുണ്ട്, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. അതായത് മറിയ ഓൾറെഡി കൺസീവ്ഡ് ആയി. ഹല്ലേലൂയ. മറിയയിൽ ഹല്ലേലൂയ യേശു കർത്താവ് കൺസീവ്ഡ് ആയി. ഹല്ലേലൂയ. അഭിഷേകത്തെ പകരുന്ന ഒരുവൻ അവന്റെ ഗർഭഫലത്തിനകത്തായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവൻ അകത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന 3 പേർ. ഹല്ലേലൂയ. അഭിഷേകത്തെ വഹിച്ച ഹല്ലേലൂയ ഗർഭഫലം അല്ലെങ്കിൽ കൺസീവ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സാധാരണ രീതി ചിന്തിച്ചു പോകല്ലേ. ഹല്ലേലൂയ. ഈ പദം ചിന്തിച്ചോണം. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേകദൈവം പിതാവിന്റെ വലതുഭാഗത്തിരുന്നവൻ വചനം ജഡമായി പുരുഷനെ അറിയാതെ ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ മറിയയുടെ ഗർഭപാത്രത്തിൽ കൺസീവ്ഡ് ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഭവനത്തിൽ ഇപ്പോൾ ചെന്നിരിക്കുന്നത് കൺസീവ്ഡ് ആയിരിക്കുന്ന കർത്താവും ആത്മാവിനെ പകരുന്ന കർത്താവും ആത്മാവിനെ അഭിഷേകത്തെ ഏറ്റെടുത്തുകൊണ്ട് നിൽക്കുന്ന മറിയയും മറിയയുടെ വന്ദന സ്വരവുമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് അഭിഷേകം പ്രാപിച്ചു? എത്ര പേര് ആത്മാവിൽ നിറഞ്ഞു? ഹല്ലേലൂയ. പറ. യേശുവിനെ വഹിച്ചുകൊണ്ട് വന്ന് മറിയ ആത്മാവിൽ നിറഞ്ഞു. 2 എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞു. വേറൊരാളുടെ ആത്മാവിൽ നിറഞ്ഞു. പുള്ളി 6 മാസം സീനിയറാണ്. പ്രൈസ് ഗോഡ്. 6 മാസം സീനിയർ ആയിരിക്കുന്ന പുള്ളിയും ആത്മാവിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ അവൻ നിറഞ്ഞെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നീ കൈ കൊടുക്കുമ്പോൾ, നീ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ എത്ര പേർക്ക് ആത്മാവിൽ നിറയാൻ പറ്റുന്നുണ്ട്? ചേർന്ന് കേട്ട് ശ്രദ്ധിച്ചാൽ അവിടെയാണ് അഭിഷേകത്തിന്റെ ശക്തിയാകുന്നത്. ഓ നിന്റെ അകത്ത് ഒരുവൻ ജനിക്കാൻ ഓ
വായുവിനെ അഭിഷേകം കൂടിയ ഭാഗം. വയസ്സ് ചെന്ന എലിസബത്ത്, ഇത്രയും പ്രായമായ എലിസബത്ത് ചെറുപ്പക്കാരിയായ മറിയ നോക്കി പറയുന്നത്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. നമുക്ക് മനസ്സിലായി, അഭിഷേകത്തിന്റെ മുമ്പിൽ വലിപ്പ ചെറുപ്പങ്ങളില്ല, പ്രായ വ്യത്യാസങ്ങളില്ല. ഒരുവനെ ദൈവം നിറച്ചാൽ, ഒരുവനെ ദൈവം അനുഗ്രഹിച്ചാൽ നിന്റെ വന്ദനസ്വരത്തിന്റെ ചെവിയിലെത്തിയപ്പോൾ ഗർഭത്തിലുണ്ടായിരുന്ന യോഹന്നാൻ സ്നാപകൻ അഭിഷേകം പ്രാപിച്ചു. എന്ന് പറഞ്ഞ കാര്യം എന്താ പറയുക, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നാം കൈ കൊടുക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം പ്രൈസലോട് പറയുമ്പോൾ അകത്തളങ്ങളിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചലിക്കണം. ഇരുമ്പിനും മൂർച്ച കൂട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച. ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെന്നുണ്ട്. പഴയ സമയം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് വേഗത്തിൽ ഞാൻ സ്നാനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുക. ഈ ഭാഗമൊക്കെ ഞാൻ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഉച്ചകഴിഞ്ഞ സമയത്ത് ഒരു ശക്തിയേറിയ ആത്മപകർച്ച മനസ്സിലാക്കാൻ കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഞാൻ നിങ്ങളെ എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ബലവാനാകുന്നു. ഞാൻ വെള്ളത്തിൽ സ്നാനം എന്റെ ശുശ്രൂഷത്രയുള്ളൂ. ഞാൻ വെള്ളത്തിൽ മാനസാന്തര സ്നാനം കഴിപ്പിക്കുന്നു. പക്ഷെ എന്നെക്കാൾ ബലവാനാകാൻ വരുന്നു. അവന് മാത്രമേ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിലും റോമക്കാരുടെ ഇടയിലും ഗ്രീക്കുകാരുടെ ഇടയിലും ഒരു സമ്പ്രദായമുണ്ട്. അവർക്ക് അടിമകളുണ്ടായിരുന്നു. അവരുടെ യജമാനന്മാർ ഭവനത്തിലേക്ക് വരുമ്പോൾ അവരുടെ ചെരുപ്പ് അഴിച്ചു കൊടുത്ത്, ചെരുപ്പ് തോളിൽ ചുമന്ന്, ചെരുപ്പ് വെക്കേണ്ടടത്ത് കൊണ്ട് വെക്കണം. അടിമകളുടെ ജോലിയാണ്. അതുകൊണ്ടാണ് പ്രസായ സമയത്ത് യേശു ശിഷ്യന്മാർ വരുന്ന ആ സന്ദർഭത്തിൽ ശിഷ്യന്മാർ തമ്മിലൊരു അകത്തൊരു ചിന്ത ഉണ്ടായി. ഇതിനകത്ത് ആരാ വലിയവൻ? പത്രോസ് തൊട്ടിങ്ങോട്ടിരിക്കുക. ആരാ ചെരുപ്പഴിക്കുന്നത്? ആരാ കാല് കഴിയുന്നത്? ഇത് അടിമയുടെ പണിയാണ്. ഞങ്ങളിൽ ഇതിനകത്ത് അടിമയാരാ? ഞങ്ങളിൽ ഇതിനകത്ത് ദാസനാരാ? ഞങ്ങളിൽ ആരാ വലിയവൻ? കർത്താവ് എന്ത് ചെയ്തു? ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അരയിൽ റുമാലിന് ചുറ്റിയിട്ട് റുമാലിന്റെ എല്ലാം കാല് കഴുകി കൊടുത്തു. അടിമ ചെയ്യേണ്ട പണി കർത്താവ് ചെയ്തു. ദാസൻ ചെയ്യേണ്ട പണി കർത്താവ് ചെയ്തു, അല്ലേ? അതുകൊണ്ടാണ് അത് അത്ര താഴ്ന്ന പണിയായതുകൊണ്ടാണ് പത്രോസ് കർത്താവെ ഇത് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ കാര്യം വിലക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എന്നാൽ ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. ഒരുവൻ പരിശുദ്ധാത്മാവിലും തീരും സ്നാനപ്പെടുന്നു. 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. യോർദാൻ കര വരെ അവന്റെ അടുക്കൽ വന്നു. ഏകദേശം 100 കിലോമീറ്റർ 62 മൈൽ യാത്ര ചെയ്താണ് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ കർത്താവിന്റെ സ്നാനത്തിന്റെ പ്രാധാന്യം നോക്കിയേ. ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് ഏകദേശം 110 കിലോമീറ്റർ ഡ്രൈവ് ചെയ്താണ് ഞാൻ ദുബായിൽ ഞങ്ങളുടെ ഓഫീസിൽ പോകുന്നത്. അത്രയും ദൂരം ഏകദേശം 100 കിലോമീറ്റർ യാത്ര ചെയ്ത് യേശു കർത്താവ് യോഹന്നാന്റെ കൈക്കീഴിൽ നസറേത്തിൽ നിന്ന് യോർദാൻ വരെ യാത്ര ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 14-ാമത്തെ വാക്യം. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? യോഹന്നാൻ മനസ്സിലായി ആരാ ഇത്? യേശു കർത്താവ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് മുമ്പിൽ നിൽക്കുന്നത്. സ്നാനം ആർക്കുള്ളതാ?
ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് സമയം വെച്ച് വെള്ളത്തിൽ ഇറങ്ങിക്കോ. ചുങ്കക്കാരുണ്ടെങ്കിൽ അന്യായമായി മേടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിക്കോ. എന്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം തിരിഞ്ഞ് മാറി വെള്ളത്തിലേക്ക് ഇറങ്ങി. അതാ സ്നാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ. യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പോൾ പറയുകയാണ്, ഞാനല്ല നിന്നെ സ്നാനപ്പെടുത്തേണ്ടത്, നിന്നാൽ എനിക്ക് സ്നാനം വേണം. ഞാനല്ല പാസ്റ്റർ, നീ പാസ്റ്ററുമല്ല, നീ ദൈവപുത്രനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നാലാണ് എനിക്ക് സ്നാനം വേണ്ടത്. കാരണം നിനക്ക് സ്നാനത്തിന്റെ ആവശ്യകതയില്ല. കാരണം നീ പാപത്തെ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നീ ദൈവപുത്രനാണ്. നീ എന്താ ഉപേക്ഷിക്കുന്നത്? മനസാന്തരപ്പെടണമെങ്കിൽ എന്തെങ്കിലും ഉപേക്ഷിക്കണ്ടേ? നിന്റെ ജീവിതത്തിൽ പാപം ചെയ്യാത്ത, പാപം അറിയാത്ത ദൈവപുത്രനായ നീ എന്തിനാ സ്നാനപ്പെടുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്? നിന്നാലാണ് എനിക്ക് സ്നാനപ്പെടുന്നത്. കാരണം നീ പാപം അറിഞ്ഞിട്ടേ ഇല്ല. അടുത്ത വാക്യം, യേശുവിനോട് ഇപ്പോൾ സമ്മതിക്കാം. ഇപ്പോൾ സമ്മതിക്കാം. ആ പദത്തിനകത്തൊരു കാര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പോൾ സമ്മതിക്കാം എന്ന് പറഞ്ഞാൽ ഇതിന് വിപരീതമായി ഞാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം വരാൻ പോവുകയാണ്. ഇപ്പോൾ മാത്രം സമ്മതിക്കാം. ഇപ്പോൾ യോഹന്നാൻ ആരാണ്? കർത്താവിന്റെ പാസ്റ്റർ അല്ലേ? പാസ്റ്റർ കൈക്കില്ലല്ലേ സ്നാനപ്പെടുന്നത്? ദൈവത്താൽ നിയോഗിക്കപ്പെട്ട യേശു കർത്താവിന്റെ പാസ്റ്ററാണ് യോഹന്നാൻ. പക്ഷെ പാസ്റ്ററിന് മനസ്സിലായി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയല്ല. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പാസ്റ്ററിന് മനസ്സിലായി എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാധാരണ വിശ്വാസിയല്ല. മലയാളികളെ മുക്കുന്നത് പോലെ, ചുങ്കക്കാരനെ മുക്കുന്നത് പോലെ മുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസിയല്ല എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവപുത്രനാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിന്നാൽ എനിക്ക് സ്നാനപ്പെടുന്നത്, ഞാനല്ല നിന്നെ സ്നാനപ്പെടുന്നത്. കർത്താവ് പറഞ്ഞു ഇപ്പോൾ സമ്മതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ടൈമിൽ മാത്രം നീ സമ്മതിക്കാം. നിന്റെ മുഴങ്കാലുകൾ എന്റെ മുമ്പിൽ മടങ്ങും, സകലനാവും എന്റെ മുമ്പിൽ മടങ്ങും. സകലനാവും എന്റെ കർത്താവെന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ. സകല മുഴങ്കാലുകൾ എന്റെ മുമ്പിൽ മടങ്ങിയേ മതിയാകുള്ളൂ. കാരണം ഞാൻ ദൈവപുത്രനാണ്. പക്ഷെ പാസ്റ്ററേ ഇപ്പോ മാത്രം സമ്മതിക്കാം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ? ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്കുചിതം എന്ന് പറഞ്ഞു അവൻ അവനെ സമ്മതിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് യോഹന്നാനെന്നും ദൈവമാണ് ആ ശുശ്രൂഷകളെ ഏൽപ്പിച്ചതെന്നും വ്യക്തമായി മനസ്സിലാക്കിയ പറയുകയാണ്, ഈ ടൈമിൽ നീ ഇത് സമ്മതിക്കുക. ഇത് ഒരു നീതിയാകുന്നു. അടുത്ത വാക്യം, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വായിച്ച് അതിലങ്ങോട്ട് വരണം. എനിക്കുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-10 വായിച്ച് ആരാധിക്കാൻ പോയി. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ മരണം അനുഭവിച്ചതുകൊണ്ട്. നോക്കണമേ, യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വത്തിൽ കഴിഞ്ഞവനാണ്. ദൈവമാണവൻ. ഹല്ലേലൂയ. യോഹന്നാൻ പാസ്റ്ററുടെ കൈക്കീഴിൽ സ്നാനപ്പെടേണ്ടവനല്ല അവൻ. അവൻ ദൈവപുത്രനാണ്. പക്ഷെങ്കിൽ ദൈവപുത്രനായ കർത്താവ് ആർക്കു വേണ്ടിയാണ് മരണം ആസ്വദിക്കാൻ വന്നത്? പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ വന്നു. അതുകൊണ്ട് അവൻ എന്തു തെരഞ്ഞെടുത്തു? ഒരു താഴ്ച തെരഞ്ഞെടുത്തു. ദൂതന്മാരെക്കാൾ അവൻ താണു. കർത്താവിന് ആവശ്യമില്ല സത്യത്തിൽ. ദൂതന്മാരെക്കാൾ അവൻ താണു. മുന്നിൽ നിൽക്കുന്ന യോഹന്നാൻ പാസ്റ്ററിനേക്കാൾ അവൻ താണു. പ്രൈസ് ദി ലോർഡ്. അവൻ താഴ്ച വന്നവനായി അനുഭവിച്ചതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമുക്ക് വേണ്ടി ദൂതന്മാരെക്കാൾ അവൻ താഴ്ന്നു. പ്രൈസ് ഗോഡ്. നമുക്ക് വേണ്ടിയാണ് അവൻ താഴ്ന്നത്. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാരെക്കാൾ പൊസിഷനിൽ താഴ്ന്നുള്ളവനായി അവൻ തീർന്നു. അവൻ മരണം ആസ്വദിച്ചു. അതുകൊണ്ട് ദൈവനെ മഹത്വവും ബഹുമാനം. 10-ാമത്തെ വാക്യം വായിച്ചു. സകലത്തിനും ലാക്കും
യുക്തമായിരുന്നു. അതുകൊണ്ടാ യുക്തം, നീതി. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കട്ടെ. ഇത് പിതാവിന്റെ തീരുമാനമാണ്, പിതാവിന്റെ ഡിസിഷനാണ്. സകലത്തിനും ലാക്കായിരിക്കുന്നവൻ, സകലത്തിനും കാരണഭൂതനായിരിക്കുന്നവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്നവൻ അവൻ എന്ത് ചെയ്തു? നമ്മെ തേജസ്സിലേക്ക് നടത്താൻ വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ കർത്താവിനെ തികഞ്ഞവനാക്കുവാൻ ദൂതന്മാരെക്കാൾ താഴ്ത്തി ഒരു മനുഷ്യന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം അവനെ തന്റെ നീതിക്കായി യുക്തമായി ഏൽപ്പിച്ചു കൊടുത്തു. Praise God. Hallelujah. അതുകൊണ്ട് കർത്താവ് പറയുന്നത് ഇപ്പോൾ സമ്മതിക്കാം. ആ വാക്യത്തിന്റെ അവസാന ഭാഗം വായിച്ച് നാം ഒരുമിച്ച് നമ്മെ ആരാധിക്കാൻ പോകുന്നു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി സ്വർഗം തുറന്നു. ഹെവൻസ് എന്നായിരിക്കുന്നു. സ്വർഗങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഹെവൻസ് എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാ സ്വർഗവും തുറന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ പിക്ചറിൽ കാണുന്ന പോലെ വെള്ളത്തിൽ നിൽക്കുമ്പോഴല്ല പ്രാവ് വന്നു, വെള്ളത്തിൽ നിന്ന് കയറിയെന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പ്രാവ് എന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമകാലത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ശമൂവേലിന്റെ തൈലക്കൊമ്പിൽ നിന്ന് ഒഴുകപ്പെടുന്ന എണ്ണ കൊണ്ടാണ് ദാവീദിനെ ശൗലിനെയും ഒക്കെ അഭിഷേകം ചെയ്തത്. ഹല്ലേലൂയ. 120 ശിഷ്യന്മാർ മാളികമുറിയിൽ കർത്താവിനെ ആരാധിച്ചപ്പോൾ അവരുടെ തലയ്ക്കു മുകളിലായി ഹല്ലേലൂയ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകളാണ് പതിഞ്ഞത്. നോക്കണം, ഈ പ്രത്യക്ഷപ്പെട്ട ഈ സിംബലുകളൊക്കെ വന്നിട്ട് പോയില്ല, അത് പതിയപ്പെട്ടു. 120 ശിഷ്യന്മാരുടെ മേൽ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ പതിയപ്പെട്ടു. യേശു കർത്താവിന്റെ മേൽ പ്രാവെന്ന രൂപത്തിൽ പരിശുദ്ധാത്മാവ് പതിയപ്പെട്ടു. ഹല്ലേലൂയ. ശമൂവേലിൽ കൂടെ ഹല്ലേലൂയ തൈലക്കൊമ്പിൽ നിന്നുള്ള അഭിഷേക തൈലം ദാവീദിലേക്കും ഹല്ലേലൂയ ശൗലിലേക്കും ഒഴുകി. ഹല്ലേലൂയ. പതിയപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ പതിയപ്പെടുക. ഇന്ന് രാത്രി വിവരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ഹല്ലേലൂയ. വിവരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? ഒരുമിച്ച് കർത്താവിനെ നാം ചേർന്ന് പാടി ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ സമ്മതിക്കുക, ഇത് ദൈവത്തിന്റെ നീതിയാണ്. ദൂതന്മാരെക്കാൾ താഴ്ച കുറഞ്ഞവനായി ഈ ഭൂലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മറിയുടെ ഗർഭപാത്രത്തിൽ ജനിക്കപ്പെട്ടവനായി യോഹന്നാൻ പാസ്റ്ററുടെ കൈക്കീഴിൽ സ്നാനപ്പെടുവാൻ ഹല്ലേലൂയ തന്നെ താഴേൽപ്പിച്ച് ദൈവത്തിന്റെ നീതി നിവർത്തീകരിക്കുന്നതിന് ആർക്ക് വേണ്ടി അനേക പുത്രന്മാരെ നമ്മെ തേജസ്സിലേക്ക് നടത്താനാണ് ഈ ബുദ്ധിമുട്ട്, ഈ കഷ്ടത, ഈ പ്രതിസന്ധി. സ്വർഗ്ഗത്തോടുള്ള സമത്വം ഹല്ലേലൂയ വഹിച്ചുകൊണ്ടിരുന്നവൻ ചെയ്തത് നമുക്ക് വേണ്ടിയാണ്. നാം തേജസ്സിലേക്ക് നടത്തപ്പെടാൻ വേണ്ടിയാണ്, നാം സ്വയത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ്, നാം കർത്താവിനെ ഒരുമിച്ച്